അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രേക്ഷകരുടെ നിറഞ്ഞ കയ്യടി നേടിയിരിക്കുകയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം. പൊന്നാനിക്കാരുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ സിനിമ യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, നായിക ഷംല ഹംസ എന്നിവർക്കൊപ്പം KP സുരേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പ്രേക്ഷകരുടെ വലിയ സ്വീകാര്യത നേടിയ ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. പൊന്നാനിക്കാരുടെ സ്വന്തം സിനിമ ഇന്ന് മലയാളക്കര മാത്രമല്ല, രാജ്യം മാത്രമല്ല, ലോകത്തുള്ള സിനിമാ പ്രേമികളൊക്കെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സംവിധായകനും അഭിനേതാക്കളുമൊക്കെയാണ് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത്. സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അതിന് തന്നെ കൺഗ്രാസ്, ഒരുപാട് അഭിനന്ദനങ്ങളാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഫെമിനിച്ചി ഫാത്തിമ, ആ പേരിൽ തന്നെയുണ്ട് ഒരു കൗതുകം. ആ കൗതുകം ഒരു അത്ഭുതമായിട്ട് ഇപ്പോൾ മാറുകയാണ്. എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് എത്തിയത്? ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് സിനിമ മേലോട്ട് എത്തുന്നത്. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആദ്യത്തെ സിനിമ ഫെമിനിച്ചി ഫാത്തിമ ചെയ്യുന്നത്. ഈ സിനിമ ഇത്രത്തോളം സ്വീകാര്യത നേടും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഞാൻ ബേസിക്കലി നമുക്ക് ഇവിടെ ഒരു സ്ക്രീനിങ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മളെ പോലത്തെ ചെറിയ പടങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേറെ ഇതിന് മികച്ച വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഇവിടെ IFFK വരിക, പടം ഒന്ന് പ്രദർശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. പക്ഷേ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ സെലക്ട് ആയി എന്നുള്ളത് അതിന് സന്തോഷം വേറെയാണ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ആ ഒരു ഇതിനെ ഞാൻ കാണുന്നത്. ഈ കൈരളി തിയേറ്ററിൽ ആദ്യത്തെ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നിറഞ്ഞ കയ്യടിയായിരുന്നു അല്ലേ? ആ തിയേറ്ററിനുള്ളിൽ തന്നെ ഈ സിനിമ കണ്ട് ആരാണ് സംവിധായകൻ, ആരാണ് ഈ അഭിനേതാക്കൾ എന്നുള്ള ഒരു അതിശയമായിരുന്നു ഈ സിനിമാ പ്രേക്ഷകർക്ക് ഒക്കെയും. അപ്പോൾ ഒരു ഫിലിം മേക്കർ എത്രത്തോളം സന്തോഷം തോന്നി? സന്തോഷമല്ല, ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി മാറ്റിയ ഒരു സമയങ്ങളുണ്ടായിരുന്നു. ആ സമയം ചെലവഴിച്ചതിൻ്റെയൊക്കെ റിസൾട്ടാണ് എനിക്ക് ഇന്നലെ ആ കൈരളി തിയേറ്ററിൽ ഞാൻ കിട്ടിയത്. ഭയങ്കര സന്തോഷം. അതായത് നമ്മൾ ചെയ്ത സാധനങ്ങൾ ഒക്കെ ആളുകൾ കൈയടിക്കുന്നു, അവർക്ക് ചിരി വരുന്നു. അവർ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇമോഷൻസൊക്കെ ഫാത്തിമക്ക് വിഷമം, അവർക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത്രയും ആളുകൾക്ക് എത്തി എന്നുള്ളത് അറിയുമ്പോൾ അതിനുള്ള സന്തോഷം വേറെ തന്നെയാണ്. ഈ ഫെമിനിച്ചി ഫാത്തിമ മുന്നോട്ട് വെക്കുന്ന ഒരു തീമുണ്ട്. അതായത് അത് മലയാളികളുടെ ഒരു തീമായി തുടങ്ങി, പക്ഷേ അത് രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റായിട്ട് അത് ഏറ്റെടുക്കുകയാണ് അല്ലേ? അതിൻ്റെ അങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത്. ഇത് ബേസിക്കലി എനിക്ക് പറയുന്നത് സ്ത്രീകളുടെ ഇപ്പോഴും അങ്ങനത്തെ ഒരുപാട് ഫാത്തിമമാർ ഉണ്ട്. എന്താണ് ലൈഫ് എന്താണ്, അങ്ങനെ ഒരു സ്ഥിരം റൊട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞാൻ ചില ആളെ കണ്ടിട്ടുണ്ട്. ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരെന്താ അങ്ങനെ ചെയ്യാത്തത്, അവരെന്താ അതിനൊന്നും പറയാത്തത്. അപ്പോൾ അത്തരം ചിന്തകളിൽ നിന്നാണ് ഫാത്തിമയുടെ തോട്ട് വന്നു തുടങ്ങിയത്. പിന്നെയാണ് ഈ തോട്ട് പറയുമ്പോൾ ഈ ഫാസിലിന്റെ പെങ്ങളുടെ ഒരു വാക്കിൽ നിന്നാണ് ആ സിനിമയിലേക്ക് എത്തിയത്. അതിന് മുന്നേ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീക്കുന്നത് എൻ്റെ താത്താൻ്റെ താത്താൻ്റെ മകനെ ചീത്ത പറയണം, ബെഡിൽ മൂത്രം വെച്ചിട്ട് മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുനടക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ മണം പോകില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഡയലോഗ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് എൻ്റെ വാട്സാപ്പിൽ അത് നോട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഡയലോഗിന് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ കണ്ട കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു യാഥാസ്ഥിതിക സമൂഹത്തെ ഒരു ആക്ഷേപ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ. കാരണം ഒരു സിനിമാക്കാർ, ഒരു കലാകാരൻ്റെ ഒരു ദൗത്യം കൂടിയാണ് അതിലൂടെ ഫാസിൽ നിർവഹിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ചില സ്വീകാര്യത പോലെ തന്നെ എതിർപ്പുകളും സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എതിർപ്പുകൾ നമ്മൾ അതിനെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ചെയ്ത സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ ആദ്യ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവർ ഇന്നെ ഷൂട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നു പോരും. അപ്പോൾ ഞാൻ ഈ ഡയലോഗ്, ഞാൻ ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരൊരു തിരിച്ചറിവ് ഇവരുണ്ടാവുകയാണ്. അയ്യോ, നമ്മൾ ഇത്ര കാലം ചെയ്തത് മണ്ടത്തരാണല്ലോ. അപ്പോൾ ഇതൊക്കെ അവർ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു എതിർപ്പും ഇനി വരാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ തിരിച്ചറിവായിട്ട് അതിനെ കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം വിവാദങ്ങളിലോട്ടൊന്നും പോകില്ല, ഒരു തിരിച്ചറിവായിട്ടും മാറും എന്നുള്ള പ്രതീക്ഷയാണ്. ഫെമിനിച്ചി ഫാത്തിമയുടെ വിശേഷങ്ങളുമായി സിനിമയിലെ ഫാത്തിമ ഷംല ഹംസയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷംല, ആദ്യം തന്നെ ഒരുപാട് അഭിനന്ദനങ്ങൾ. അപ്പോൾ അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹമാണെന്ന് അറിയാം. അത്രത്തോളം സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമയെ ഏറ്റെടുത്തു കഴിഞ്ഞു.
ഫെമിനിച്ചി ഫാത്തിമ ഏറ്റെടുത്ത് കഴിഞ്ഞു. എത്രത്തോളം സന്തോഷമുണ്ട്? ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു ക്യാരക്ടർ എനിക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ മോള് 5 months ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 5 to 6 months. എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ എനിക്കിത് ഉപേക്ഷിക്കേണ്ടെന്ന് തന്നെയായിരുന്നു. കാരണം ഒരു മെസ്സേജ് അല്ലേ, നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. പിന്നെ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ടാവും ഇങ്ങനെ മീഡിയ ഫീൽഡിലൊക്കെ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തു. ഇപ്പം IFFK കാണുമ്പോൾ ഇതെങ്ങാനും ഞാൻ ആ സമയത്ത് മിസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് സങ്കടമായേനെ, ഒരുപാട് നഷ്ടവും സങ്കടവും ആയേനെ. അപ്പോൾ ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ് IFFKയിൽ. ആദ്യത്തെ സിനിമ 1001 നുണകൾ. 2ാമത്തെ സിനിമ IFFKയിൽ മത്സര ഇനത്തിൽ സെലക്ട് ആയതിൽ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം ഫുള്ളായിരുന്നു, ആളുകൾ ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യം ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോ ഈ ഫാത്തിമ എവിടെ, ഫെമിനിച്ചി എവിടെയെന്നാണ് എല്ലാവരും ചോദിച്ചത്. സ്റ്റേജിൽ കയറിയപ്പോഴൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ. പറഞ്ഞോ, ഈ കുഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോഴും കുഞ്ഞു കൂടെ തന്നെ. അതെ, കുഞ്ഞു കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ടൊരു സന്തോഷം. ഇത് നോക്കിയേ, കിഷ്മിസ്. ഇത് നോക്കടാ, ഇത് നോക്കി, ഇത് ഹായ്. ഇപ്പോ ഈ നേരത്തെ ഫാസിൽ പറഞ്ഞു, പൊന്നാനിക്കാരുടെ ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ തുടങ്ങിയത്. എല്ലാവരും ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്. അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് 2 സിനിമയും ചെയ്തത്. 1001 നുണകളും ഇതും കല്യാണം കഴിഞ്ഞ ശേഷമാണ് ചെയ്തത്. ഓഫ് കോഴ്സ് പിന്നെ നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ചിലർ വിടില്ല. പക്ഷെ ആള് പറഞ്ഞത് എൻ്റെ പാഷൻ, അതെങ്ങനെയാണോ അതുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോഴല്ലേ നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്ന്. അതായത് ഈ ഫെമിനിച്ചി ഫാത്തിമ മുന്നോട്ട് വെക്കുന്ന ചില മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ ഉൾക്കൊണ്ട് അത് വീട്ടുകാരുടെ നാട്ടുകാരുടെയും സപ്പോർട്ടോട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും ഈ സിനിമയെ കുറിച്ച് കേട്ട നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്. അതെ 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 അതെ, നല്ല സപ്പോർട്ടായിരുന്നു. ഇത് പിന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന മെസ്സേജാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല. ഈ സിനിമ കണ്ടിട്ട് എന്നെ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിച്ചത് ആൺകുട്ടികൾ, മധ്യവയസ്കർ, പിന്നെ പ്രായമായ സ്ത്രീ പുരുഷന്മാർ, അവരൊക്കെയാണ്. ചിലർ എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ വരെ പറഞ്ഞു. എൻ്റെ ലൈഫ് ഇങ്ങനെയായിരുന്നു, 16 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു, പിന്നീട് ഞാൻ മാറിയതാണ്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ പ്രായമുള്ളവരൊക്കെ വന്നിട്ട് എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നു, മോളെ നന്നായിട്ടുണ്ട്, നല്ല മെസ്സേജാണ്, ഇനിയും ചെയ്യണം സിനിമകൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും ആക്സെപ്റ്റ് എന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ 1001 നുണകൾ, ഫെമിനിച്ചി ഫാത്തിമ, ഇനിയും ഒരുപാട് സിനിമകൾ കേൾക്കാൻ പേരല്ലേ? എനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാന്നുള്ളതിൽ ഉപരി നല്ല മെസ്സേജ് പാസ് ചെയ്യണം, നല്ല നല്ല ആൾക്കാരുടെ മനസ്സിൽ ഇതുപോലെ തങ്ങി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം പോലെ ഈ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത, അതിലുപരിയായിട്ടുള്ള സ്വീകാര്യത ഇനിയുള്ള സിനിമകളിൽ കിട്ടട്ടെ. ഒരുപാട് ആശംസ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ആ കുഞ്ഞുമാവയുടെ ശബ്ദം എല്ലാ ശ്രദ്ധകളും പോയത്. ഓക്കെ, ഏതായാലും വളരെ നല്ല മെസ്സേജുള്ള ഒരുപാട് സിനിമകൾ കൂടി ഈ ഇത്തവണ IFFKയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്.